കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിൽ UDF പ്രതിഷേധിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ സെനറ്റ് അംഗം കൂടിയായ M. വിൻസെന്റ് MLA മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. UDFിന്റെ പ്രതിഷേധമാണ്. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിലാണ് പ്രതിഷേധിക്കുന്നത്. M. വിൻസെന്റ് MLA സെനറ്റ് അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. UDF പ്രതിഷേധിക്കുകയാണ്. അവിടെ ഫയൽ നീക്കം ഉൾപ്പെടെ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നതാണ്. രജിസ്ട്രാർ ഒപ്പിട്ട് നൽകുന്ന ഫയലുകൾ അംഗീകരിക്കാൻ VC തയ്യാറാകുന്നില്ല. VC നിയോഗിച്ച രജിസ്ട്രാർ ഇൻചാർജ് നൽകിയ ഫയലുകൾ അത് മാത്രം അംഗീകരിക്കുന്ന നിലയിലേക്കൊക്കെ VC പോയിരുന്നു. പിന്നീട് തനിക്ക് ഈ പദവിയിൽ തുടരാൻ കഴിയില്ല എന്ന് രജിസ്ട്രാർ ഇൻചാർജ് അറിയിക്കുന്നു. അപ്പോൾ പകരം സംവിധാനം ഒരുക്കാം എന്ന VCയുടെ ഉറപ്പ്. ഈ തരത്തിലേക്ക് ഇതിൽ വലിയ ഭരണപ്രതിസന്ധിയുണ്ട്, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ട്, സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിലടക്കം എന്നൊക്കെയുള്ള പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് UDFിന്റെ പ്രതിഷേധം. സെനറ്റ് അംഗം കൂടിയായ M. വിൻസെന്റ് MLAയുടെ നേതൃത്വത്തിലാണ് UDF പ്രതിഷേധിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, പ്രതിഷേധം അവസാനിച്ചോ? പ്രതിഷേധം ഏകദേശം അവസാനിച്ച ഘട്ടമാണ്. അതായത് സമാധാനപരമാണ് പ്രതിഷേധം തുടരുന്നത്. ഒരു സിൻഡിക്കേറ്റ് അംഗമാണ് UDFിനുള്ളത്. ഒപ്പം 12 സെനറ്റ് അംഗങ്ങളും UDFിനുണ്ട്. കോവളം MLA M. വിൻസെന്റ് അടക്കമുള്ളവർ സെനറ്റ് അംഗമാണ്. എന്തായാലും UDF ആരോപിക്കുന്നത് സർവകലാശാലയിൽ അരാജകത്വമാണ്, അധികാരം വടംവലിക്കും ഭരണസമ്പന്നത്തിനുമെതിരെയാണ് തങ്ങളുടെ സമരമെന്നും, അതായത് ഇപ്പോഴത്തെ സമരങ്ങൾക്ക് കാരണം ഗവർണർ സർക്കാരിനെതിരെയുള്ള ഒരു രക്ഷാകവചമായി നിൽക്കുകയാണ്. അത്തരത്തിൽ സർക്കാർ പ്രതിരോധത്തിലാവുന്ന ഘട്ടങ്ങളിലെല്ലാം ഗവർണർ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ UDF സെനറ്റ് അംഗങ്ങളും UDFിലെ ഒരു സിൻഡിക്കേറ്റ് അംഗവും ആരോപിക്കുന്നത്. എന്തായാലും UDF ഇതുവരെ പ്രതിഷേധ രംഗത്ത് നേരിട്ട് വന്നിരുന്നില്ല. KSU പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നെങ്കിലും സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേതൃതലത്തിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നില്ല. എന്തായാലും ഇപ്പോൾ UDF നേതൃതലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ആ പ്രതിഷേധം സമാധാനപരമാണ്. UDF ഈ സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ് ഈ പ്രതിഷേധം തുടരുന്നത്. ശരി, കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിലാണ് സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം, UDFിന്റെ പ്രതിഷേധം.